തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോൾ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയ സ്നേഹിത, നമ്മെ മുന്നോട്ട് നയിക്കുന്നത് ചില സ്വപ്നങ്ങളാണ്. ചില സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടും, ചിലതൊക്കെ തകർക്കപ്പെടും. പക്ഷേ ദൈവം ചില സ്വപ്നങ്ങൾ തകർക്കുമ്പോൾ നിരാശരാകരുത്. കാരണം അതിനേക്കാൾ വലിയ രക്ഷയുടെ വഴി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. പഴയ നിയമത്തെ മോശയൊന്നോർക്കുക. ഒരുപാട് സുഖം നിറഞ്ഞ ജീവിത ചുറ്റുപാടുകളിൽ അവൻ ഈജിപ്തിൽ ജീവിച്ചത്. സ്വന്തം സഹോദരൻ ഇസ്രായേൽ ജനം മുഴുവൻ അടിമത്തത്തിലായിരുന്നപ്പോൾ അവൻ ഫറവോയുടെ പുത്രിയുടെ വളർത്തുമകനായതുകൊണ്ട് രാജകൊട്ടാരത്തിൽ സൗഭാഗ്യയുടെ മധ്യേ ജീവിച്ചു. ഒരു ദിവസം അവൻ്റെ സ്വപ്നങ്ങളൊക്കെ അവൻ തകർക്കപ്പെട്ടു. കാരണം അവനൊരു കൊലപാതകിയായി. ഈജിപ്തുകാരനെ വധിച്ചു. അതോടെ ഫറവോയുടെ ശത്രുവായപ്പോൾ അവനെല്ലാം നഷ്ടപ്പെട്ട് ഓടിപ്പോകേണ്ടി വന്നു. എന്നാൽ അവൻ്റെ ജീവിത സൗഭാഗ്യങ്ങൾ ദൈവം തകർത്തത് ഇസ്രായേൽ ജനത്തെ മുഴുവനും രക്ഷിക്കുവാൻ വേണ്ടി, രക്ഷയുടെ നേതാവാക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ തന്നെയാണ് ചില നേരങ്ങളിൽ നാം പ്രതീക്ഷിക്കാത്ത തകർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കുന്നുണ്ടെങ്കിൽ അതിനപ്പുറം രക്ഷയുടെ ഒരു മാർഗമുണ്ട്. ഓർക്കുക, ഒരു മനുഷ്യൻ കപ്പൽ ചേതനത്തിൽപ്പെട്ട് ഒരു ദ്വീപിൽ ഒറ്റയ്ക്കായി. എന്നും അവൻ പ്രാർത്ഥിക്കും, രക്ഷിക്കാൻ ആരെങ്കിലും വരണമേ എന്ന്. ആരും വരുന്നില്ല. ഒടുവിൽ അവൻ തീരുമാനിച്ചു ആ ദ്വീപിൽ തന്നെ ജീവിക്കാം. അങ്ങനെ അവന് പ്രിയപ്പെട്ടതൊക്കെ ശേഖരിച്ചുകൊണ്ട് അവനൊരു കുടിൽ പണിതു. പിന്നെ ഭക്ഷണമന്വേഷിച്ച് കാട്ടിലേക്ക് പോയി തിരികെ വന്നപ്പോൾ കാണുകയാണ് തൻ്റെ എല്ലാം കത്തിച്ചാമ്പലായിക്കൊണ്ടിരിക്കുന്നു. തൻ്റെ കുടിൽ ആരോ അഗ്നിക്കിട്ട് ആകാശത്തേക്ക് പുകയായിട്ട് ഉയർന്നു പോകുകയാണ്. അത് കണ്ട് തകർന്ന് ആ മനുഷ്യൻ മണ്ണിൽ മുട്ടുമെന്നുകൊണ്ട് ദൈവത്തോട് പറയുന്നുണ്ട്, ദൈവമേ, നീ എന്ത് എന്നോട് ഇങ്ങനെ ചെയ്തു? എൻ്റെ അവസാനത്തെ പ്രതീക്ഷയായിരുന്നു കുടിൽ, അത് നീ തകർത്ത് കളഞ്ഞല്ലോ. കരഞ്ഞ് കരഞ്ഞ് തളർന്ന് അവൻ ഉറങ്ങിപ്പോയി. പിന്നീട് എപ്പോഴും ഉണർന്നപ്പോൾ കാണുകയാണ് തീരത്തൊരു കപ്പലിൽ നിന്ന് കപ്പിത്താൻ കടന്നു വരികയാണ്. ഒരുപാട് സന്തോഷത്തോടെ കപ്പിത്താൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് ഈ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, ഈ ദ്വീപിൽ ഒറ്റയ്ക്ക് ഞാൻ ഉണ്ടെന്ന് എങ്ങനെ നിങ്ങൾ കണ്ടു? ചിരിച്ചുകൊണ്ട് കപ്പിത്താൻ പറഞ്ഞു, നീ കാണിച്ച അടയാളം കണ്ടാണ് ഞാൻ വന്നത്. ആകാശത്തേക്ക് ഉയരുന്ന ദീപം കണ്ട്, ആ പ്രകാശം കണ്ട്, ആ പുക കണ്ട് ഞാൻ കപ്പൽ അടുപ്പിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ മനുഷ്യന് മനസ്സിലായത്, ദൈവം എൻ്റെ സ്വപ്നത്തിൻ്റെ കൂടി തകർക്കുകയായിരുന്നില്ല, എൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി രക്ഷയുടെ മാർഗം ഒരുക്കുകയായിരുന്നുവെന്ന്. അതെ, നമ്മുടെ ജീവിതത്തിൽ ദുരന്തങ്ങളുടെ, സങ്കടങ്ങളുടെ, രോഗങ്ങളുടെയൊക്കെ കൊച്ചു കൊച്ചു തകർച്ചകൾ വരുമ്പോൾ നിരാശരാകരുത്. സ്നേഹമുള്ളൊരു പിതാവ് ഒരുക്കുന്ന രക്ഷയുടെ മാർഗമാണെങ്കിൽ വിനീതനായിട്ട് ആ ദുരന്തങ്ങൾ സ്വീകരിക്കുക. പ്രഭാതം അപ്രത്യാശയുടെ കരുത്ത് നിങ്ങൾക്ക് തരട്ടെ. ആമീൻ.